അപ്പോൾ അതുപോലെ എനിക്കിപ്പം ആതിര സരസ്വതുണ്ട് കാലാവസ്ഥാ വിശേഷങ്ങളുമായിട്ട്. ആതിര, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് ഇന്നത്തെ ഒരു മൊത്തം ദിനാന്തരീക്ഷ അവസ്ഥ? ഗുഡ് മോർണിംഗ് സേതു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സ്കൈ വാച്ചിലേക്ക് സ്വാഗതം. ഇന്ന് ഏതൊക്കെ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളതെന്ന് പരിശോധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് മാപ്പ് പരിശോധിച്ച് വരാം. ഇന്ന് ഒരു ജില്ലയിലും പ്രത്യേകിച്ച് മഴ മുന്നറിയിപ്പില്ല എന്നുള്ളതാണ് മാപ്പ് പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത്. അതായത് ഇപ്പോൾ ഗ്രീൻ അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. മഴയ്ക്കൊപ്പം ഇടിയും മിന്നലും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്കാണ് സാധ്യത എന്നുള്ളതാണ്. സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. കൊച്ചിയിൽ അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുവരുന്ന പുകമഞ്ഞ് ഇനിയുള്ള ദിവസങ്ങളിലും തുടർന്നേക്കാം എന്നൊരു റിപ്പോർട്ട് കൂടി കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നുണ്ട് എന്നുള്ളതാണ്. നഗരത്തിലാകും ഈ പുകമഞ്ഞ് കൂടുതലായിട്ട് ഉണ്ടാകുക. കൊച്ചിയിൽ അന്തരീക്ഷ മലിനീകരണം രൂക്ഷമാണെന്ന റിപ്പോർട്ടുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി സംസ്ഥാനത്തെ താപനില പരിശോധിക്കാം. തിരുവനന്തപുരത്തെ താപനില പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഇന്ന് ഏറ്റവും കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, ഏറ്റവും കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് ആണ്. കൊച്ചിയിലേക്ക് എത്തുമ്പോൾ ഏറ്റവും കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസും ഏറ്റവും കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസുമാണ്. കോഴിക്കോട് എത്തുമ്പോൾ ഏറ്റവും കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസും ഏറ്റവും കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസുമാണ്. കണ്ണൂരിൽ 32 ഡിഗ്രി സെൽഷ്യസ് ആണ് ഏറ്റവും കൂടിയ താപനില, ഏറ്റവും കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസും. അപ്പോൾ ഇങ്ങനെയാണ് സംസ്ഥാനത്തെ താപനില, അതുപോലെ തന്നെ മഴ വിവരങ്ങളൊക്കെ തന്നെ. ഇനി വരും ദിവസങ്ങളിലും ഇതുപോലെ മുന്നറിയിപ്പുകളൊന്നും ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ